Hi friends, we will do an exercise based on yesterday's WH questions, simple past tense. Question words I have given, now you just have to rearrange the sentence or what we say, നമ്മൾ സെൻറ്റൻസിനെ മാറ്റുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച്. ഓക്കെ, ഹി ഡ്രാങ്ക് മിൽക്ക് ലാസ്റ്റ് നൈറ്റ്. വാട്ട് ഡിഡ് ഹി ഡ്രിങ്ക്? അപ്പോൾ അതെങ്ങനെ നമ്മൾ ഹി ഡ്രാങ്ക് മിൽക്ക് ലാസ്റ്റ് നൈറ്റ്, ഹി ഡിഡ് ഡ്രിങ്ക് മിൽക്ക്, ഡിഡ് ഹി ഡ്രിങ്ക് മിൽക്ക്, വാട്ട് ഡിഡ് ഹി ഡ്രിങ്ക്? അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് നമ്മൾ കണ്ടതല്ലേ. They went to Ooty last month. സ്ഥലം, where did they go last month? Where did they go last month? Okay, I learned cycling on a holiday. സമയം, when did you, question വരുമ്പോൾ you ആവുള്ളൂ. You learn, when did you learn cycling? Then answer is on a holiday. She selected that book because and so on. Because it was beautiful, because it was the author was famous. അങ്ങനെയൊക്കെ പറയാം. ഞാനത് ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്കതൊന്ന് ചെറിയ ബോർഡാണ്, അതുകൊണ്ട് ബോർഡ് ചെറുതായതുകൊണ്ട്. ഓക്കെ, why did she select that book? അഞ്ചാമത്തെ, he felt comfortable at the dentist. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അപ്പം ഹൗ ഡിഡ് ഹി ഫീൽ? വി അല്ലേ, അപ്പം ഹൗ ഡിഡ് യു ഫീൽ അറ്റ് ദ ഡെന്റിസ്റ്റ്? ദ പപ്പി ഗ്രൂ അപ്പ് ഇൻ എ ലക്ഷൂറിയസ് ഹൗസ്, ഇൻ ലക്ഷറി. അപ്പം സ്ഥലം, വേർ ഡിഡ് ദ പപ്പി ഗ്രോ അപ്പ്? ആ ടെൻസ് വരുന്ന, ആ വെർബിൽ വരുന്ന മാറ്റം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, seventh one, he started his new job 2 years ago. നമ്മൾ സമയം, when did he start his new job? അല്ല, എട്ടാമത്തെ, we moved to a big city because, കാരണം പറയാം. Why did you move to a big city? No, move എന്ന് വരുന്നത്. ഒമ്പതാമത്തെ, we opted for science batch. അപ്പോൾ അതിനൊരു കാരണമാണ്. Why did you opt for science batch? Why did we opted for? 10th one is, you have, they found the treasure in a cave. Treasure നിധി. ഇപ്പം സ്ഥലമാണ്. Where did they find the treasure? No, where did they find the treasure? അപ്പോൾ വെർബിൽ വരുന്ന മാറ്റമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, the meeting lasted for a whole day. ഇപ്പം ഡ്യൂറേഷൻ, എത്ര സമയം എന്നുള്ളതാണ് അതിനുള്ള ക്വസ്റ്റ്യൻ വേർഡ്. how long did the meeting last? ലാസ്റ്റ് എന്നാണ് ഇവിടെ വരുമ്പോൾ ലാസ്റ്റ് എന്നായി അല്ലേ. അപ്പം വി വിസിറ്റഡ് അവർ ഗ്രാൻഡ് പേരൻസ് ചോയ്സ് എ ഇയർ. അത് തീരെ കുറവാണ്. വൺസിനെ മന്തെങ്കിലും വിസിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ എത്ര പ്രാവശ്യം എന്നുള്ളതാണ് അതിൻ്റെ ഇംഗ്ലീഷ്. ഹൗ ഓഫൺ എന്നാണ്. How often did you visit your grandparents? ഗ്രാൻഡ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണണം. മാസത്തിൽ പല പ്രാവശ്യം പോയത് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഓക്കെ, ഒരു പ്രാവശ്യം, നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്, നിങ്ങളുടെ സൗകര്യം പോലെ. ഓക്കെ, they built the tower on the top of a hill. They built the tower. അത് 13ാമത്തെ. അപ്പം സ്ഥലമാണ്. Where did they build the tower? 14ാമത്തെ, it took 50 years
for them to cross the desert. How many years did it take for them to cross the desert? 15th. The gods helped Hercules. ഇവിടെ ഒരു ചെറിയ കുഞ്ഞു പ്രശ്നമുണ്ട്. എന്നാണെന്നറിയാം, സാധാരണ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നത് നമ്മൾ the gods help, the gods did help, did the gods help, and who did the gods help? അങ്ങനെ അല്ലേ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. പക്ഷേ ഈ ഹൂ ക്വസ്റ്റ്യൻ വേർഡ് ആകുമ്പോൾ നമുക്ക് നേരിട്ടത് ഉപയോഗിക്കാം. ഹൂ ടോട്ട് യു ഇംഗ്ലീഷ്? അല്ല, ഇപ്പം നമ്മൾ പറയുകയാണ് ഹീ ടോട്ട് മീ ഇംഗ്ലീഷ്. ഇപ്പം നമ്മൾ അതിനെ ഇങ്ങനെ രണ്ടാക്കുകയൊന്നും ചെയ്യണ്ട. ഹൂ ടോട്ട് യു ഇംഗ്ലീഷ് നേരെ ചോദിക്കാം. ഹൂ ഗേവ് യു ബുക്ക്? ഹീ ഗേവ് മീ ബുക്ക്. ഹൂ ഗേവ് യു ബുക്ക്? ഹൂ ഡിഡ് ഗീവ് യു ബുക്ക് എന്ന് പറയണ്ട. അത് ശരിയല്ല, അത് അത്ര ശരിയല്ല. മനസ്സിലായോ ഞാൻ പറയാം? അപ്പം ദ ഗോഡ്സ് ഹെൽപ്ഡ് ഹെർക്കുലീസ് എന്നുള്ളത് ഹൂ ഹെൽപ്ഡ് ഹെർക്കുലീസ്, അതായത് ഹൂ ഡിഡ് ഹെൽപ്പ് എന്നൊന്നും വേണ്ട. മറ്റേ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ വേർഡൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വെർബിന് മാറ്റം ഡൂവിൻ്റെ സഹായം എടുക്കണം. അപ്പോൾ അത് ഡിഡാവും, യെസ് എന്ന ക്വസ്റ്റ്യൻ ആവും, പിന്നെ അത് WH ക്വസ്റ്റ്യൻ ആവും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞത്. ഇന്ന് ചെയ്തതെല്ലാം അങ്ങനെയാണ്. പക്ഷെ ഈ ഒരെണ്ണത്തിന് ഈ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വരുമ്പം നേരെ ആ ചോദ്യം ചോദിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ 2-3 ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇനിയും പറയാം. ഹൂ പിക്ഡ് ദ ആപ്പിൾസ്? അല്ല, ദേ പിക്ക് ദ ആപ്പിൾസ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചോദ്യം എങ്ങനെ വരും? ഹൂ ഡിഡ് പിക്ക് ദ ആപ്പിൾ എന്നല്ല, ഹൂ പിക്ഡ് ദ ആപ്പിൾസ്? ഹീ സോൾഡ് ഹിസ് ബുക്ക്. ഹൂ സോൾഡ്? അത് പറ്റത്തില്ല. I can say like this. He helped the poor man. അപ്പം നമുക്ക് പറയാം ഹൂ ഹെൽപ്പ് ദ പൂർ മാൻ. ഹൂ ഡിഡ് ഹെൽപ്പ് ദ പൂർ മാൻ എന്ന് പറയണ്ട. മനസ്സിലായോ? ഈ എക്സാമ്പിൾ തന്നെ ദ ഗോഡ്സ് ഹെൽപ്പ് ഹെർക്കുലീസ്. ഇപ്പം നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയുന്നില്ല ഹൂ ഡിഡ് ഹെൽപ്പ് ഹെർക്കുലീസ് എന്ന് പറയുന്നില്ല. പിന്നെ നമ്മൾ പറയുന്നത് ഹൂ ഹെൽപ്ഡ് ഹെർക്കുലീസ്. മനസ്സിലായോ? He deserved a reward. Who deserved a reward? Who deserved a reward? Shakespeare wrote 4 tragedies, great tragedies. Who wrote 4 great tragedies? Milton wrote Paradise Lost. Who wrote Paradise Lost? അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ ഹൂ ഡിഡ് റൈറ്റ് എന്നല്ല. ഹൂ ഡിഡ് റൈറ്റ് ട്രാജഡീസ് അങ്ങനെയല്ല. ആ പോയിന്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. മിസ് സോ ആൻഡ് സോ ടോട്ട് മീ ഇംഗ്ലീഷ്. ചോദ്യം ചോദിക്കുന്നു ഹൂ ടോട്ട് യു ഇംഗ്ലീഷ് എന്നാണ്, അല്ലാതെ ഹൂ ഡിഡ് ടീച്ച് യു ഇംഗ്ലീഷ് എന്നല്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സിനെല്ലാം ഞാൻ ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം വേണം. പക്ഷേ ഹൂ വരുമ്പം നേരിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്ലിയർ ആയില്ല?